കേട്ടറ്റ് ഫിസിക്കൽ സയൻസിന്റെ വേവ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോർഷന്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹു ബേഴ്സ്റ്റ് എ ക്രാക്കർ ഹിയേഴ്സ് ഇറ്റ്സ് എക്കോ ആഫ്റ്റർ 1 second. What is the distance to the reflecting surface if the speed of sound in air is 340 meter per second? എന്താ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയോ ഒരു ക്രാക്കർ, അതായത് പടക്കം പൊട്ടിയിട്ടുണ്ട്. അതിന്റെ എക്കോ കേട്ടത് 1 സെക്കൻഡിന് ശേഷമാണ്. ടൈം അല്ലെ, 1 സെക്കൻഡ് ടൈമാണ് തന്നിട്ടുള്ളത്. 1 സെക്കൻഡിന് ശേഷമാണ് ക്രാക്കർ, അതായത് പടക്കം പൊട്ടിയതിന് ശേഷം എക്കോ കേട്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്? അങ്ങനെയാണെങ്കിൽ ആ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇത് നമ്മളുടെ സോഴ്സ് ആണെന്ന് വിചാരിക്കാം. സോഴ്സിൽ നിന്നാണ് സൗണ്ട് വരിക. സൗണ്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടെങ്കിൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് തട്ടി തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഈ ദൂരം എത്രയാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറും തന്നിട്ടുണ്ട്. എത്രയാ? 340 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്പീഡ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ തരണം എന്നില്ല. അതുകൊണ്ട് സൗണ്ടിന്റെ എയറിലൂടെയുള്ള സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ബൈഹാർട്ട് ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഏതെങ്കിലും ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാമോ? യെസ്, നമുക്കറിയാം. എന്താണ്? സ്പീഡ് അല്ലെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ടൈമും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഇവിടെ നോക്കണം. എന്താണ്? എക്കോ അല്ലേ കേട്ടത്. അപ്പോ ഇങ്ങോട്ടേക്ക് പ്ലസ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും അല്ലെ. അപ്പോ ഇങ്ങോട്ടേക്കുള്ള ദൂരം ഡിയും ഇങ്ങോട്ടേക്കും എന്തുണ്ട്? ഡി ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ വരിക? 2d ആണ് അല്ലെ വരിക. അപ്പൊ സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 2d ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി കാണാം അല്ലെ. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു എന്ത് വരും? എസ് ടി ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 340. യെസ്, 340 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എത്രയാ? 1 സെക്കൻഡ്. യെസ്, 1 ഡിവൈഡഡ് ബൈ 2. 340 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 170 മീറ്റർ. 170 മീറ്റർ. ഇവിടെ ഒരു സെക്കൻഡ് ഉണ്ടാവും. അപ്പൊ ഈ സെക്കൻഡ് വെട്ടി യൂണിറ്റ് മീറ്റർ. അപ്പൊ ആൻസർ എത്രയാ വന്നിട്ടുള്ളത്? 170 മീറ്റർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ velocity of sound in air is 340 meter per second. Velocity of sound in air is 340 meter per second. Sound waves of wavelength 0.01 meter from a vibrating body reaches your ear through air. Will you able to hear the sound? ക്വസ്റ്റ്യൻ മനസ്സിലായിനോ? അതായത് ഒരു സൗണ്ട് വേവ് ഉണ്ട്. അതിന്റെ വേവ് ലെങ്ത് തന്നിട്ടുള്ളത് 0.01 മീറ്റർ. വേവ് ലെങ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുക ലാംഡ വെച്ചിട്ടാണ്. ലാംഡ തന്നിട്ടുള്ളത് ഇതാണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ വി എത്രയാ തന്നിട്ടുള്ളത്? 340 മീറ്റർ പെർ സെക്കൻഡ്. ഈ 340 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സൗണ്ട് വേവിന്റെ വേവ് ലെങ്ത് 0.01 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എയറിലൂടെ ട്രാവൽ ചെയ്ത് നമ്മളുടെ ഇയറിലേക്ക് എത്തുമ്പോൾ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സൗണ്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹ്യൂമന്റെ ഓഡിബിൾ റേഞ്ച്, അതായത് സൗണ്ട് കേൾക്കാൻ ഒരു റേഞ്ച് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് എത്രയായിരുന്നു? 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലായിരുന്നു അല്ലെ. 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലായിരുന്നു. അപ്പോ നമ്മള്
ഇവിടെ എന്താണ് കാണേണ്ടത്? ഫ്രീക്വൻസി ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി കാണാൻ പറ്റും. ഫ്രീക്വൻസി 20യുടെയും 20 kHz ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. 20യിൽ ബിലോ അല്ലെങ്കിൽ 20 kHz എബോ ആണെങ്കിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ഈ വിയും ലാംഡയും ഫ്രീക്വൻസിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? യെസ്, ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. ഇനി എന്ത് ചെയ്യാ? നമുക്ക് എന്താ കണ്ടത്? ന്യൂ ആ കണ്ടത്, ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സി എന്ന് വെച്ച് കഴിഞ്ഞാല് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആ. അപ്പോൾ റെഗുലർ ആയിട്ട് നമ്മൾ സി ബൈ ലാംഡ എന്ന് എടുക്കുക. ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വി ആക്കി എടുക്കാം, വി ബൈ ലാംഡ ആക്കി എടുക്കാം. അപ്പോ വി എന്താണ്? 340 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാണ്? 0.01. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയായിരിക്കും? ഇൻറ്റു 100 താഴെ, ഇൻറ്റു 100 മേലെ. അപ്പൊ എത്ര വരും? 3 zeros. ഇത് എത്രയാ അപ്പൊ വന്നിട്ടുള്ളത്? 34 kHz എന്നാ വന്നിട്ടുള്ളത് അല്ലെ. ഈ 34 kHz 20 kHz കൂടുതലാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സൗണ്ട് വേവിന്റെ ഇത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്ക് കേൾക്കാനായിട്ട് പറ്റൂല. ഇതിപ്പോ ഇവിടെ ഒരു 19 kHz അല്ലെങ്കിൽ 21 Hz അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് 20യുടെ ബിലോ അല്ല, 20 kHz എബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, if a sound wave travels 1700 meter through a medium in 5 seconds, identify the medium. അതായത് ഒരു മീഡിയത്തിലൂടെ സൗണ്ട് വേവ് 5 സെക്കൻഡ് കൊണ്ട് 1700 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1700 മീറ്റർ തന്നിട്ടുണ്ട്. ടൈമും തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 5 സെക്കൻഡും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? മീഡിയം ആണ് കാണേണ്ടത്. മീഡിയം കാണാൻ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് വേവിന് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ സോളിഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡിലായിരിക്കില്ല ലിക്വിഡിലൂടെ ട്രാവൽ ചെയ്യാം. അതുപോലെ ആയിരിക്കില്ല ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യുക. അപ്പോൾ വ്യത്യസ്ത മീഡിയത്തിലൂടെ വ്യത്യസ്ത സ്പീഡിലായിരിക്കും സൗണ്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ സോളിഡിലൂടെ ഉള്ളയാണോ ലിക്വിഡിലൂടെ ഉള്ളയാണോ ഗ്യാസിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ഉള്ളയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്ത് കാണണം? സ്പീഡ് കാണണം അല്ലെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് എന്താ കണ്ടത്? സ്പീഡാണ് കണ്ടത് അല്ലെ. ഡിസ്റ്റൻസ് എത്രയാ? 1700 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 5 സെക്കൻഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗണ്ട് വേവ് 340 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുക ഏതിലൂടെയാണ്? എയറിലൂടെയാണ്. സൗണ്ട് വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുക 340 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെച്ചോ. അതായത് സൗണ്ട് വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിയിപ്പം ഈ സൗണ്ട് വേവ് സോളിഡിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, അതായത് സൗണ്ട് വേവ് സോളിഡിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സോളിഡിലൂടെയുള്ള സ്പീഡ് വന്നിട്ട് നല്ല വലിയൊരു നമ്പർ, അതായത് ഏകദേശം 6000 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 6000 മീറ്റർ വരെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റും സോളിഡിലാണെങ്കിൽ. ലിക്വിഡ് ആണെങ്കിൽ 1500 മീറ്റർ പെർ സെക്കൻഡ്, ഏകദേശം ഇത്രയും സ്പീഡിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഗ്യാസ് അല്ലെങ്കിൽ എയറിലാണെങ്കിലാണ് 340 മീറ്റർ പെർ സെക്കൻഡ് വരിക.
അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഉണ്ട്. സോളിഡിലൂടെ ആണെങ്കിൽ ഏകദേശം 6000 മീറ്റർ പെർ സെക്കൻഡും, ലിക്വിഡ് ആണെങ്കിൽ 1500 മീറ്റർ പെർ സെക്കൻഡും, ഗ്യാസ് അല്ലെങ്കിൽ എയറിലൂടെ ആണെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലുമാണ് സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്ന സ്പീഡ്. അപ്പൊ നമുക്കിത് ചെയ്തപ്പോൾ ആൻസർ എത്രയായിരുന്നു കിട്ടിയത്? 340 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലെ കിട്ടിയത്. 340 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്തതിലാണ്, എയറിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? എയർ. യെസ്, മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Displacement of a progressive wave is represented by y is equal to a sin 15 pi t minus 10. ഈ 10ന്റെ ഇവിടെ ഒരു എക്സ് ഉണ്ട് കേട്ടോ. 10x അല്ലെങ്കിൽ പൈ എക്സ് പ്ലസ് പൈ ബൈ 6. ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രസീവ് വേവിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു പ്രോഗ്രസീവ് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലിംഗ് വേവ് ആണ്. അതായത് ട്രാവൽ ചെയ്യുന്ന ഒരു വേവിനെ തന്നെയാണ് നമ്മൾ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനും നമുക്ക് തന്നിട്ടുള്ളതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തന്നിട്ടുള്ളത് ഞാൻ ക്യാപിറ്റൽ വൈ ആയിട്ട് എഴുതാം. ഓക്കെ, ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ 15 പൈ ടി മൈനസ് 10 പൈ എക്സ് പ്ലസ് പൈ ബൈ 6. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇത് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെ. ഈ ഒമേഗ ടിന്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത്? 15 പൈ ടി. കെ എക്സിന്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത്? 10 പൈ എക്സ്. ഫൈന്റെ സ്ഥാനത്തുള്ളത് 5 ബൈ 6. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ദ വേവ് വെലോസിറ്റി. വേവിന്റെ വെലോസിറ്റി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒമേഗയും കെയും തമ്മിലുള്ള ഇക്വേഷൻ അറിയാമോ നിങ്ങൾക്ക്? അതായത് വെലോസിറ്റിന് നമ്മൾ വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് എഴുതും. വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് എഴുതും. അപ്പൊ ഇവിടെ നമുക്ക് ഒമേഗ കിട്ടുമല്ലോ, കെയും കിട്ടുമല്ലോ. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അല്ലെ. ഈ ഒമേഗ ടീന് തുല്യമായി ചെയ്താണുള്ളത് 15 പൈ ടി. യെസ്, അപ്പൊ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 15 പൈ ടി. ടിയും ടിയും വെട്ടി, അപ്പൊ ഒമേഗ എത്രയാ വന്നിട്ടുള്ളത്? 15 പൈ വന്ന്. ഇനി നമുക്ക് കെ നോക്കണം അല്ലെ. കെ ഇസ് ഈക്വൽ ടു, കെന് നേരെ എന്താ വന്നിട്ടുള്ളത്? 10 പൈ എക്സ് ആണ് അല്ലെ. യെസ്, കെ എക്സ് ഇസ് ഈക്വൽ ടു 10 പൈ എക്സ്. എക്സും വെട്ടി, അപ്പൊ കെ എത്രയാ വന്നിട്ടുള്ളത്? 10 പൈ ആണ്. കെയും കിട്ടി, ഒമേഗയും കിട്ടി. ഇനി എന്ത് ചെയ്യാ? നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എത്ര വരും? 15 പൈ ഡിവൈഡഡ് ബൈ 10 പൈ. ഈ പൈയും വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര വരും? 15ഉം 10ഉം എത്ര വരാം? 3/2. ആൻസർ 3/2 ആണ് വരിക. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് ഒരു പ്രോഗ്രസീവ് വേവിന്റെ വേവ് വെലോസിറ്റി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് വേവിന്റെ ഇക്വേഷൻ ആണ് ഇത്. അതായത് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ് ഇത് നമ്മൾ തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റുമായിട്ട് എന്ത് ചെയ്ത് കമ്പയർ ചെയ്ത് എന്നിട്ട് സിംപ്ലി എന്ത് ചെയ്ത് നമ്മളുടെ ഫെമിലിയർ ആയിട്ടുള്ള വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇതാണ് 4th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, calculate the wavelength in a vacuum of a radio wave having a frequency of 2.2 into 10 raised to 6 hertz. എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. എങ്ങനെ കാണാം നമുക്ക്?
ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഈ ഇക്വേഷൻ അറിയാലോ. എന്താ കാണേണ്ടത്? വേവ് ലെങ്ത് ആണ്, ലാംഡയാണ് കാണേണ്ടത്. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താ? സി ബൈ ന്യൂ എന്ന് എഴുതാം. സി എന്താ? വെലോസിറ്റി. എന്തിലുള്ള വെലോസിറ്റിയാ? ലൈറ്റിന്റെ വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ എത്ര വരും? 3 ഇൻറ്റു 10⁸ വരും. ഡിവൈഡഡ് ബൈ ന്യൂ. ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 2.2 ഇൻറ്റു 10⁻⁶. അപ്പൊ ഇത് ഈ 8ഉം 2ഉം പോയി, ഇവിടെ 2 വന്ന് 3/2.2, പിന്നെ 2 സീറോവും കൂടി വരും അല്ലെ. അപ്പൊ ആൻസർ എത്ര വരും? 136 മീറ്റർ. ഇത്രയാണ് ആൻസർ വരിക. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കേണ്ടത്. അതായത് ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉള്ള മാത്രമേ ഉള്ളൂ. അതായത് ഭയങ്കര കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂ കാണാനോ വെലോസിറ്റി കാണാനോ അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് കാണാനോ അങ്ങനത്തെ ഒക്കെയാണ് ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two tuning fork of frequency 254 and 256 are sounded together. Then the time interval between two consecutive maxima heard by an observer is. അതായത് രണ്ട് ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഒന്നിന്റെ ഫ്രീക്വൻസി 254 മറ്റേതിന്റെ 256 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ മാക്സിമ തമ്മിലുള്ള ടൈം ഇന്റർവെൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. അതായത് 254ഉം 256ഉം അടുത്തടുത്തുള്ള ഫ്രീക്വൻസിയാ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്തടുത്തുള്ള ഫ്രീക്വൻസി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ബീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഫസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ബീറ്റ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഏകദേശം അടുത്ത് വരുന്ന ഫ്രീക്വൻസീസ്. അപ്പൊ ഇത് എന്താണ്? ബീറ്റ് ഫ്രീക്വൻസി ആണ് അല്ലെ. അതായത് ഒരു ഫ്രീക്വൻസി എന്താണ്? F1 എന്ന് എഴുതി, 254 ആണ്. നെക്സ്റ്റ് F2 എന്ന് പറയുന്നത് എന്താണ്? 256 ആണ്. എന്താ കാണേണ്ടത്? ഇതിന്റെ ടൈം ഇന്റർവൽ ആണ് കാണേണ്ടത്. അതായത് ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലില്ലേ, ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇതിന്റെ അതായത് F1 മൈനസ് F2ന്റെ മോഡുലസ് ആണ് ബീറ്റ് ഫ്രീക്വൻസി. അപ്പൊ ടൈം പീരീഡ് എന്തായിരിക്കും? 1 ഇതായിരിക്കൂലേ, 1 F1 മൈനസ് F2 ആയിരിക്കും. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോട്ടാ. ബീറ്റ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് മോഡുലസ് ഓഫ് F1 മൈനസ് F2. ബീറ്റ് ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോഡുലസ് ഓഫ് F1 മൈനസ് F2 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് T ഇസ് ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് 254 മൈനസ് 256. അപ്പൊ ആൻസർ എത്ര വരും? ഈക്വൽ ടു 1/2 എന്ന് വരും. 1/2 എത്രയാണ്? 0.5 സെക്കൻഡ്. അപ്പൊ ഇതാണ് എന്തെന്ന്? രണ്ട് അടുത്തടുത്തുള്ള ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോക്കിന്റെ കോൺസിക്യൂട്ടീവ് മാക്സിമ ഹിയർ ചെയ്യുന്ന ടൈം ഇന്റർവെൽ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാട്ടാ. ബീറ്റ് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് F1 മൈനസ് F2. ടൈം പീരീഡ് ഇതിന്റെ നേരെ റെസിപ്രോക്കൽ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. എ whistle giving out 450 Hz approaches a stationary observer at a speed of 33 meter per second. The frequency heard by the observer in Hertz is. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അല്ലെ വന്നിട്ടുള്ളത്. എ വിസിൽ ഗിവിംഗ് ഔട്ട് 450 Hz. അതായത് ഒരു വിസിലിന്റെ ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്. എത്രയാ ഫ്രീക്വൻസി തന്നിട്ടുള്ളത്? 450 Hz. അപ്രോച്ചസ് എ സ്റ്റേഷനറി ഒബ്സർവർ. എന്താണ്? ഒബ്സർവർ സ്റ്റേഷനറി ആണ്. അതായത് നമുക്കൊരു സോഴ്സും ഉണ്ട്, ഒരു ഒബ്സർവറും ഉണ്ട്. സോഴ്സും ഉണ്ട്, ഒരു ഒബ്സർവർ ഉണ്ട്. ഈ ഒബ്സർവർ എന്താണ്? സ്റ്റേഷനറി ആണ്. ഒബ്സർവർ എന്താ? സ്റ്റേഷനറി. അപ്പോൾ ഒബ്സർവർ VO എന്താണ്? 0 ആണ് അല്ലെ, സ്റ്റേഷനറി ആയതുകൊണ്ട്. പിന്നെ എന്താണ്? ഈ വിസില്, ഇതാണ് വിസില് അല്ലെ, സോഴ്സ് അല്ലേ വിസില്. വിസിലിന്റെ സ്പീഡ് എത്രയാ തന്നിട്ടുള്ളത്? 33 മീറ്റർ പെർ സെക്കൻഡ്. അതായത് VS ആണ് എന്ത് തന്നിട്ടുള്ളത്? VS ആണ് 33 തന്നിട്ടുള്ളത്.
പിന്നെ നമുക്ക് എന്ത് വേണം? വി വേണം അല്ലെ? വി എങ്ങോട്ടാ? വി ഇങ്ങോട്ടേക്കാ അല്ലെ? വി എത്രയാ? എന്തിന്റെ വെലോസിറ്റി ആണ് വി? സൗണ്ടിന്റെ വെലോസിറ്റി അല്ലേ വി? അപ്പൊ സൗണ്ടിന്റെ വെലോസിറ്റി, എയറിലൂടെയുള്ള സൗണ്ടിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 340 അല്ലെ? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ V0, അതായത് ഒബ്സേവർ കേട്ട, അതായത് അതിന്റെ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സേവർ കേൾക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലായിനാ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നമുക്കൊരു സോഴ്സ് ഉണ്ട്, ഒരു ഒബ്സേവർ ഉണ്ട്. ഒബ്സേവർ എന്താണ്? റെസ്റ്റിലാണുള്ളത് അല്ലെ? ഒബ്സേവർ റെസ്റ്റിലുള്ള, അപ്പൊ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എന്താ ഉള്ളത്? നമുക്കൊരു സോഴ്സ് ഉണ്ട് അല്ലെ? സോഴ്സിന്റെ സ്പീഡ് എത്ര തന്നിട്ടുള്ളത്? 33. അതായത് സോഴ്സിന്റെ സ്പീഡ് എത്ര തന്നിട്ടുള്ളത്? VS എത്ര തന്നിട്ടുള്ളത്? 33 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ എന്താ ഉള്ളത്? സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെ? ഈ ഒബ്സേവർ എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ സൗണ്ട് എങ്ങോട്ടാ? ഇങ്ങോട്ടേക്ക് തന്നെ. സൗണ്ട് എങ്ങോട്ടേക്കാ? ഒബ്സേവറിന്റെ സൈഡിലേക്ക്. അപ്പൊ സൗണ്ട്, എയറിലൂടെ സൗണ്ടിന്റെ വെലോസിറ്റി എത്രയാ? 340 ആണ് അല്ലെ? അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് V മൈനസ് V0 ഡിവൈഡഡ് ബൈ V മൈനസ് VS ഇൻറ്റു F. ഇതെല്ലാം നമ്മളുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് F' ഇസ് ഈക്വൽ ടു V മൈനസ് V0 എത്രയാ? 0 ഡിവൈഡഡ് ബൈ V മൈനസ് VS. അതായത് VSഉം Vയും സെയിം ഡയറക്ഷനിലല്ല. ഇപ്പൊ VS ഓപ്പോസിറ്റിലാ പോകുന്ന വെച്ചാൽ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് VSഉം കൂടി വരും. അപ്പൊ മൈനസ് എന്താവും? പ്ലസ് ആവുമായിരുന്നു അല്ലെ? യെസ്. ഇൻറ്റു F. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F' ഇസ് ഈക്വൽ ടു V എത്രയാ? 340 ഡിവൈഡഡ് ബൈ V 340 മൈനസ് VS എത്രയാ? VS 33 മൈനസ് 33 ഇൻറ്റു F എത്രയാ തന്നിട്ടുള്ളത്? 450 ഇൻറ്റു 450. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക, ഇവിടെ എഴുതുന്നുണ്ട് ആൻസർ 498.37. ഇതാണ് ഹെഡ്സ്. ഇതാണ് കിട്ടുക. ചെയ്തു നോക്കണം കേട്ടാ. ചെയ്തു നോക്കണം. കാൽക്കുലേഷൻസ് ഒക്കെ കൈകൊണ്ട് തന്നെ ചെയ്തു നോക്കണം. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടാ. നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കും. ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട്, മാക്സിമം സ്പീഡിൽ കവർ ചെയ്ത് പോകേണ്ടതുകൊണ്ടാണ് ഈ സിംപ്ലിഫിക്കേഷൻ ഒക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാത്തത് കേട്ടാ. മാക്സിമം എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ് ദ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഈസ് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. യെസ്, ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതായത് നോർമൽ ഹിയറിംഗ്, അതായത് നോർമൽ ഹ്യൂമൻ ഓഡിബിലിറ്റീന്റെ റേഞ്ച് എത്രയാ? 20 ഹെർട്സിന്റെയും 20 കിലോ ഹെർട്സിന്റെയും ഇടയിലാണ്. If so, what will be the limit of wavelength of sound wave that are A ആണ് ഇത്, S ഇട്ട് പോയി കേട്ടാ, that are audible to human being. യെസ്, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് കാണാനാ? ലാംഡ എത്രയാണ് എന്നാ ചോദിക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ? ഫ്രീക്വൻസി എത്ര തന്നെ? 20 ഹെർട്സിന്റെയും 20 കിലോ ഹെർട്സിന്റെയും ഇടയിലുള്ള തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്. വിയും തന്നിട്ടുണ്ട്. എത്രയാ? 340 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാ കേസിലും ഇത് തരൂല കേട്ടാ. നമ്മളുടെ നേരത്തെ കേസ്, നമ്മളെ 7th ക്വസ്റ്റ്യനിൽ വി തന്നിട്ടില്ല. അത് നമ്മൾ 340 അങ്ങ് എടുത്തതാ അല്ലെ? അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ പഠിച്ചു വെക്കണം കേട്ടാ. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കണം.
സോറി, നമ്മൾ വേറെ എവിടെയല്ലോ പോയി. ബാക്ക് ടു ക്വസ്റ്റ്യൻ. അതായത് എന്താ കാണേണ്ടത്? ലാംഡ ആണ് അല്ലെ കാണേണ്ടത്? ലാംഡ. അപ്പൊ നമുക്ക് എന്താ അറിയാം? ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആണെന്ന് അറിയാലോ. അപ്പൊ ഇതിൽ ലാംഡ എങ്ങനെ കാണാം? ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ ന്യൂ ആണ്. വി ബൈ ന്യൂ ആണ്. നമുക്ക് എന്താ കണ്ടത്? ഫ്രീക്വൻസി 20ന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിൽ വരുന്ന സൗണ്ടിന്റെ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ 20ന്റെയും കാണണം, 20 കിലോ ഹെഡ്സിന്റെയും കാണണം. നമുക്ക് കാണാം. അപ്പൊ എങ്ങനെയാണ്? വി എത്രയാണെന്നുള്ളത് 340. അപ്പോൾ 340 ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാ? 20 ഹെഡ്സ്. ഇതിന്റെയും എന്തിന്റെയും ഇടയിലാണ്? 20 കിലോ ഹെഡ്സിന്റെയും അല്ലെ? 340 ഡിവൈഡഡ് ബൈ 20 കിലോ ഹെഡ്സ് എന്ന് വരുമ്പോൾ എത്ര പൂജ്യം വരും? 3 പൂജ്യം വരും. 3 പൂജ്യം വരും. അപ്പൊ ഇതിന്റെയും ഇടയിലായിരിക്കും എന്തുള്ളത്? നമ്മളുടെ വേവ് ലെങ്ത്. അപ്പൊ 340/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 34/2 എത്ര കിട്ടാം നമുക്ക്? 17 മീറ്റർ കിട്ടും. 334/2000 എത്ര നമുക്ക് കിട്ടുക? 0.017 മീറ്റർ ആണ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ വേവ് ലെങ്ത് എത്രയായിരിക്കും? 17 മീറ്ററിന്റെയും 0.017 മീറ്ററിന്റെയും ഇടയിൽ ആയിരിക്കും. ഇതൊക്കെ മുൻപത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് കേട്ടോ എക്സാംസിന്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിളാ. അതായത് എന്താ, ജസ്റ്റ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു മാർക്കൊന്നും വെറുതെ കളയണ്ട. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 20 ഹെഡ്സിന്റെയും 20 കിലോ ഹെഡ്സിന്റെയും ഇടയിലുള്ള സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുക, ഫ്രീക്വൻസി അല്ലെ. അതുപോലെ വേവ് ലെങ്ത് എത്ര അതിന്റെ വരുന്നത്? കറസ്പോണ്ടിങ് വേവ് ലെങ്ത് 17 മീറ്റർ ടു 0.17 മീറ്റർ. ഇതാണ് വേവ് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. Wavelength of a wave that travels with a speed 339 meter per second is 1.5 kilometer. What will be its frequency? എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. സ്പീഡും തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട് അല്ലെ. ഫ്രീക്വൻസി കാണാലോ, സിമ്പിൾ. എന്താ? ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി എത്ര തന്നിട്ടുള്ളത്? 339. ലാംഡ എത്ര തന്നിട്ടുള്ളത്? 1.5 കിലോമീറ്റർ. 1.5 ഇൻറ്റു കിലോമീറ്റർ വരുമ്പോൾ എത്ര പൂജ്യം വരും? 3 പൂജ്യം വരും അല്ലേ? 10⁻³ എന്ന് എഴുതാലോ. 10⁻³ എന്ന് എഴുതാം. അപ്പൊ ആൻസർ എത്ര വരും? 339 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1.5. ആൻസർ എത്ര വരും? 0.226 ഹെർട്സ്. ഇത് ചെയ്ത് നോക്കണേ കേട്ടാ. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു നോക്കണേ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ത്രൂ എ മീഡിയം വിത്ത് ഫ്രീക്വൻസി 20 ഹെർട്സ്. എന്താ? എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ത്രൂ എ മീഡിയം വിത്ത് ഫ്രീക്വൻസി 20 ഹെർട്സ്. Find out the time taken by the particles of wave to complete one oscillation. ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, ഓസിലേഷനും തന്നിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ടൈം ടേക്കൺ ആണ് അല്ലെ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ ഇക്വേഷൻ. അത് പഠിച്ചു വെക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ O ഇസ് ഈക്വൽ ടു എഫ് ടി. എന്താ? O ഇസ് ഈക്വൽ ടു എഫ് ടി. O എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻ, എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം. അതായത് ഫ്രീക്വൻസിയും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഓസിലേഷൻ എങ്ങനെയാ കാണാം? എഫ് ഇൻറ്റു ടി ചെയ്താൽ മതി. ഇനിയിപ്പം ഓസിലേഷനും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഫ് ഇസ് ഈക്വൽ ടു ഒ ബൈ ടി ചെയ്യും. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫും ടിയും ഒയും എല്ലാം കാണാം. ഇവിടെ എന്ത് കാണാനാ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ. ടി ആണ് നമുക്ക് കാണേണ്ടത്. ടി ആണ് കാണേണ്ടത്. ഓസിലേഷൻ എത്ര തന്നിട്ടുള്ളത്? ഓസിലേഷൻ 1 ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 20 ഹെർട്സും. അങ്ങനെയാണ് കാണാലോ. എന്താ? ടി ഇസ് ഈക്വൽ ടു ഒ ബൈ എഫ് ഇസ് ഈക്വൽ ടു ഒ 1/20. 1/20 എത്ര?
0.05 സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. കറക്റ്റായിട്ട് വേവ് ലെങ്ത് ആണോ എന്താണ് തന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wave traveling through a medium with velocity 330 meter per second and wavelength 0.02 meter. Find out the frequency of wave. ഇവിടെ എന്താ കാണേണ്ടത്? ഫ്രീക്വൻസി. ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആണ്. ന്യൂ ആണ് കാണേണ്ടത്. വി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്രയാ? 330 ആണ്. ലാംഡ എത്ര തന്നിട്ടുള്ളത്? 0.02. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? യെസ്. എത്ര വരിക? 330 ഡിവൈഡഡ് ബൈ 0.02. ആൻസർ എത്ര വരും? 16500 ഹെർട്സ്. ഇത്രയും വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് റൂം ടെമ്പറേച്ചർ the speed of sound in air is 340 meter per second. എന്താണ്? സൗണ്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ? 340 meter per second. An organ pipe with both ends open. അതായത് ഓർഗൻ പൈപ്പ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പൈപ്പ് തന്നെ. പൈപ്പ് രണ്ട് ഭാഗവും എന്താണ്? ഓപ്പൺ ആണ്. ഈ ഭാഗവും ഓപ്പൺ ആണ്. അങ്ങനത്തേനെയാണ് നമ്മൾ ഓർഗൻ പൈപ്പ് എന്ന് വിളിക്കുക. ഓർഗൻ പൈപ്പാണ്. രണ്ട് എൻഡും എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഓർഗൻ പൈപ്പിന്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 40 സെന്റിമീറ്റർ ആണ്. An extra hole is created at the position L/2. അതായത് ഒരു ഓർഗൻ പൈപ്പ് ഉണ്ട്. ഒരു ഓർഗൻ പൈപ്പ് ഉണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. ഈ L/2 ഈ പകുതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ 20 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 20 ആയിരിക്കും. 20 സെന്റിമീറ്റർ ഇപ്പറോ 20 സെന്റിമീറ്റർ ഇപ്പുറം. അങ്ങനെയാണെങ്കിൽ ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഈസ്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെയുള്ള ഏറ്റവും ചെറിയ ഫ്രീക്വൻസി, അതായത് സൗണ്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും ചെറിയ ഫ്രീക്വൻസി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഇന്ന് നമുക്കൊരു വേറൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. പുതിയതായിട്ടൊരു ഇക്വേഷൻ. അതായത് ലോവസ്റ്റ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക. എന്താണ്? ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. അത് ഓർത്ത് വെച്ചോട്ടാ. ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പൺ പൈപ്പ് അല്ലെങ്കിൽ ഒരു ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണേണ്ട ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ 2L ആണ്. എന്താ? എഫ് ഈസ് ഈക്വൽ ടു വി ബൈ 2L. ഒരു ഓർഗൻ പൈപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു വി ബൈ 2L ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ല് നടുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ലെങ്ത് എത്രയാ? 40 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ ആയിരുന്നു. പക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതിന്റെ നടുവിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? പുതിയൊരു ലെങ്ത് അല്ലേ നമുക്ക് കിട്ടുക? യെസ്, പുതിയൊരു ലെങ്ത് ആണ് കിട്ടുക. പുതിയ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് L' എന്ന് കൊടുക്കാം. L' എത്രയായിരിക്കും? L/2. പകുതിമേൽ വെച്ചിട്ട് ആ ഹോൾ ഇട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ L/2. അപ്പൊ എത്ര വരും? 40 സെന്റിമീറ്റർ ബൈ 2 എത്ര വരും? 20 സെന്റിമീറ്റർ. ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 20 × 10⁻²² മീറ്ററിന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ L കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എത്ര തന്നിട്ടുള്ളത്? 340 അല്ലെ. 340 എന്ത് ചെയ്യാം? 340 ഡിവൈഡഡ് ബൈ 2 × L എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? പുതിയ L 20 × 10⁻². പുതിയ L എത്ര? 20 ×
10⁻². അപ്പം ആൻസർ എത്ര വരും? 340 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 40. 40 ഇൻറ്റു 10⁻². ആൻസർ എത്ര വരും? ആൻസർ 8.5 ഇൻറ്റു 10⁻² വരും. ആൻസർ എത്ര വരിക? 8.5 ഇൻറ്റു 10⁻². ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. അതായത് 8.5 ഇൻറ്റു 10⁻² ഹെർട്സ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ഇതാണ് കേട്ടോ. F is equal to V/12. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. F is equal to V/2L. ഇനി ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the length of a closed pipe to produce a resonance with sound wave of wavelength 60 cm is. ഇതെന്താ? ക്ലോസ്ഡ് പൈപ്പ്. നേരത്തെ എന്തായിരുന്നു? ഓപ്പൺ പൈപ്പ് ആയിരുന്നു. നേരത്തെ രണ്ട് സൈഡും ഓപ്പൺ ആയിരുന്നു. ഇപ്പോഴത്തെ എന്താ? രണ്ട് സൈഡും എന്താ? ക്ലോസ്ഡാ. രണ്ട് സൈഡും ക്ലോസ്ഡാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൈപ്പിലൂടെയുള്ള എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ദ ലെങ്ത് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് ടു പ്രൊഡ്യൂസ് എ റെസണൻസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? റെസണൻസ് വിത്ത് സൗണ്ട് വേവ് ഓഫ് വേവ് ലെങ്ത് 60 സെന്റിമീറ്റർ. എന്താ കാണേണ്ടത്? ലെങ്ത് ആണ്. ആ പൈപ്പിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. ക്യാപിറ്റൽ L ആണ് നമുക്ക് കാണേണ്ടത്, ലെങ്ത്. നമ്മൾ ഓർഗൻ പൈപ്പ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് പൈപ്പിന്റെ എന്തായിരുന്നു പഠിച്ചത്? F is equal to V/2L. ഇതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ക്ലോസ്ഡ് പൈപ്പിന്റെ റെസൊണൻസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ F is equal to V/4L ആണ്. F is equal to എന്താണ്? V/4L. ഇത് ഓപ്പൺ പൈപ്പിന്റെ V/2L. ക്ലോസ്ഡ് പൈപ്പിന്റെ എന്താണ്? ക്ലോസ്ഡ് പൈപ്പിന്റെ V/4L. ഓപ്പൺ പൈപ്പിന്റെ V/2L, ക്ലോസ്ഡ് പൈപ്പിന്റെ V/4L. എന്ത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് V/2L, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് V/4L. ഇതാണ്. ഇനി ഇവിടെ നോക്കാനുള്ളത് ഈ L എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ക്ലോസ്ഡ് പൈപ്പിന്റെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, λ/4 ആണ്. എന്താണ് L? എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അതായത് ക്ലോസ്ഡ് പൈപ്പിലുള്ള L എന്താണ്? λ/4 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? L is equal to λ/4 ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? ലെങ്ത് ആണ് കാണേണ്ടത് അല്ലെ? ലെങ്ത് കാണാൻ ലാംഡ എത്ര തന്നിട്ടുണ്ട്? 60 സെന്റിമീറ്റർ. 60 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 15 സെന്റിമീറ്റർ. അപ്പൊ ആ പൈപ്പിന്റെ ലെങ്ത് എത്ര വന്നിട്ടുള്ളത്? 15 സെന്റിമീറ്റർ. ഇതാണ് ആൻസർ വരുന്നത്. ഇതൊന്നും കൂടി വേറെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഓപ്പൺ എൻഡഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാൻ F is equal to V/2L ആണ്. ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാൻ F is equal to V/4L ആണ്. ഇവിടെ L കാണാൻ വേണ്ടി λ/4 ആണ് വരുന്നത്. F is equal to V/4L ആണ് ഓപ്പൺ എൻഡഡിന്റെ. ക്ലോസ്ഡിന്റെ ആണെങ്കിൽ ഇതുമാണ് വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടേനും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസിയും റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും റെസൊണൻസ് എന്ന് പറഞ്ഞാലും എന്താണ്?
എല്ലാം സെയിം ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസിയും റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഇനി ഈ സെക്കൻഡ് റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെക്കൻഡ് റെസണൻസ് ഫസ്റ്റ് റെസണൻസിനെയാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. ഈ സെക്കൻഡ് റെസണൻസിനെ നമ്മൾ വിളിക്കുക ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലാണ് സെക്കൻഡ് റെസണൻസിനെ നമ്മൾ വിളിക്കുക ഫസ്റ്റ് ഓവർടോൺ എന്നാണ്. ഈ സെക്കൻഡ് റെസണൻസ് കാണാനുള്ള ഇക്വേഷൻ F is equal to 3V/4L ആണ്. F2 എന്നിടാം, രണ്ടാമത്തെ L എന്താ 3V/4L ആണ്. F1 എന്തായിരുന്നു? F1 ഫസ്റ്റ് റെസണൻസ് എന്തായിരുന്നു? V/4L ആയിരുന്നു. സെക്കൻഡ് റെസണൻസ് എന്താ? F2 is equal to 3V/4L ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് റെസണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ വേവ് മോഷനിലുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനിയും കുറേ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ അത് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അത് വേഗം തന്നെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മാക്സിമം പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.